സ്പെഷ്യൽ ടോപ്പിക്സ് 2020 ആണ് നമ്മുടെ ലക്ഷ്യം. അതെങ്ങനെ നേടും? നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഏറ്റവും സാധ്യതാ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പൊ നമസ്കാരം, ഞാൻ ഇംതിയാസ് ഖാൻ, ഫാൽക്കണേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിവതും ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചെടുക്കണം. നമ്മുടെ ആപ്ലിക്കേഷന്റെ അകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ PDF ഫ്രീ കോഴ്സസിൽ യൂട്യൂബ് വീഡിയോ BFO എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാമേ. സമയം ഒന്നും കളയുന്നില്ല, ഒന്നേ തുടങ്ങി. ഈ ചോദ്യങ്ങളെല്ലാം അറിയാമോ നോക്കണം. ഇത് മസ്റ്റ് ആയി പഠിച്ചിട്ട് പോകണം. എക്സാമിന് ഉപയോഗിക്കുന്നത് സൂപ്പർ ഹെവി യൂസ്ഫുൾ ആയി കിട്ടും. തുടങ്ങാം. അത് നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം ഇതാണ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിമും പാസ്വേഡും മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2022 ചോദ്യം. ഞാൻ ഒരു കാര്യം പറയാം, ഇതുവരെ പഠിച്ചതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പോകുക. ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ശരിയാണോ അല്ലയോ എന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പം പരമാവധി ലഭിക്കുന്ന ശിക്ഷ എത്ര? 3 വർഷം തടവാണ്. ഓക്കെ. അപ്പം യൂസർ നെയിമും പാസ്വേഡും അടിച്ചു മാറ്റുന്നത് ഏത് സെക്ഷനിൽ വരും എന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യമാണ്. സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ് ആണത്. യൂസർ നെയിമും പാസ്വേഡും അടിച്ചു മാറ്റുന്നു. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ച് തട്ടിപ്പ് നടത്തിയിട്ട് യൂസർ നെയിമും പാസ്വേഡും തട്ടിയെടുത്തിട്ട് പൈസ തട്ടിയെടുക്കുന്നു. 66C. ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ വരും. നമുക്ക് പ്രാക്ടിക്കലി ഇത് ഡിസ്കസ് ചെയ്ത് പഠിച്ച സൂപ്പറാ, ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഫേവറേറ്റ് ആയി മാറും. അതാണ് ഞാൻ എന്റെ ലക്ഷ്യം. അപ്പം 66C പാസ്വേഡ് അതും അടിച്ചു മാറ്റുന്നു. ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. 3 വർഷം തടവാണ്. അപ്പം പാസ്വേഡ് അത് അടിച്ചു മാറ്റി 3 വർഷം തടവ്. പാസ്വേഡ് അടിച്ചു മാറ്റി 3 വർഷം തടവ്. ഓക്കെ. അടുത്ത്, ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീല പ്രദർശനം, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ബന്ധപ്പെട്ട സെക്ഷൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. 67B ആന്ന് ഓർത്താണ്. ബേബി, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ 67B. ഇനി അശ്ലീല ചിത്രങ്ങൾ മാത്രമായി ബന്ധപ്പെട്ട സെക്ഷൻ എപ്പോഴും ചോദിക്കും. അത് 67A ആണ്. കുട്ടികളുടെ ആണെങ്കിൽ B. ഓക്കെ, പഠിച്ചല്ലോ. റിപ്പീറ്റഡ് ചോദ്യം. ഇനി ഒന്നേന്ന് പഠിക്കാം. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീല പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണപ്പെടുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? അപ്പൊ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ 67B ആണ്. പരമാവധി ശിക്ഷ 7 വർഷം തടവും 10 ലക്ഷം പിഴയുക. 7 വർഷം തടവും 10 ലക്ഷം പിഴയും. അപ്പം IT ആക്ടിലെ സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ് പാസ്വേഡ് ഒക്കെ മോട്ടിക്കുവാണെങ്കിൽ എത്രയായിരുന്നു? 3 വർഷമായിരുന്നു അല്ലെ? അത് എത്രയായിരുന്നു? 3 വർഷം വരെ തടവ. ഇവിടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ 67Bയുമായി ബന്ധപ്പെട്ടത് 7 വർഷം തടവും 10 ലക്ഷം രൂപയുക. രണ്ട് ആക്ടുകളും പഠിച്ചോ, വർഷങ്ങളും ഇനി റിവൈസ് ചെയ്ത് തരാം. അതുകൊണ്ടാണ് പറഞ്ഞ സൂപ്പർ ക്ലാസ് ആവും. അടുത്ത നോക്കിക്കേ, IT ആക്ടിൽ നിലവിൽ വന്ന വർഷം ഏതാ? IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. ബൈ ഹാർട്ട് ചെയ്യാമോ? അപ്പൊ നോക്കിക്കേ, IT ആക്ട് നിലവിൽ വന്നത് റിപ്പീറ്റഡ് പറഞ്ഞു തരാവേ. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വരുന്നത്. റിപ്പീറ്റഡ് ചോദ്യം. അടുത്തൊരു റിപ്പീറ്റഡ് ചോദ്യം. IT ആക്ട് 2000 ഭേദഗതി ചെയ്ത വർഷം ഏതാന്ന് ചോദിക്കും. അമെൻഡ് ചെയ്തത് 2008. അടുത്ത ചോദ്യം, IT ആക്ട് ഭേദഗതി ചെയ്തത് ഏത് വർഷം നിലവിൽ വന്നു എന്ന് ചോദിക്കും. ഇത് 3 100+ ടൈംസ് റിപ്പീറ്റഡ്. 2009 ഒക്ടോബർ 27 നിലവിൽ വന്നു എന്ന് മറക്കരുത്. ഓക്കെ. IT ആക്ട് 2000 ഒക്ടോബർ 17 നിലവിൽ വന്നു. പിന്നെ കുറെ മാറ്റങ്ങൾ വരുത്തിയ 2008 ഭേദഗതി ചെയ്തെങ്കിൽ 2009 നിലവിൽ വരുന്നത് ഒക്ടോബർ 27. പഠിച്ചോ? പഠിക്കണം. അടുത്ത്, IT ആക്ടിലെ സൈബർ ടെററിസം എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാ? 100+ ടൈംസ് ചോദിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് വരുവേ. അപ്പൊ ടെററിസം എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ ഭീകരവാദം എന്നൊക്കെ പറഞ്ഞാൽ മതി. ഭീകരവാദം F ആണ്. ഭീകരവാദം F ആണ്. 66F. ഭീകരവാദം F ആണെന്ന് ഓർത്തോണം. അതെത്ര? ജീവപര്യന്തമാണെന്ന് ഓർത്തോണം. എന്തുവാ? മറക്കത്തില്ലല്ലോ. ജീവപര്യന്തമാണെന്നുള്ളത് ഓർത്തോണം. ജീവപര്യന്തമാ കിട്ടുന്നതെന്ന് ഓർത്തോണം. 66F ജീവപര്യന്തം, സൈബർ ടെററിസം അല്ലെ? ഓക്കെ. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. 66A എന്ന് പറയുമ്പോൾ ഒഫൻസീവ് മെസ്സേജസ് അയക്കുന്നതിനെ തടയുന്നതാ. അതിപ്പോ ഉണ്ടോ? നിലവിലില്ലാത്ത IT ആക്ടിലെ സെക്ഷൻ ഏതാന്ന് ചോദിക്കും. PS റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. 66A ഇല്ല. പിന്നെ ഞാനിപ്പോ പഠിപ്പിക്കുന്നത് നിങ്ങളൊരു ബിഗിനർ ആണ്, ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങി എന്നുള്ള കൺസെപ്റ്റിൽ. അതുകൊണ്ട് ചിലപ്പോൾ ലെങ്തിയും ലാഗുമായിട്ട് തോന്നിയാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാൽ മതി. സൂപ്പറായിട്ട് മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ. അപ്പൊ 66A നിലവിലില്ല. സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തു. ഓക്കെ. 66B ആണെന്നുണ്ടെങ്കിൽ മോഷണ വസ്തുക്കൾ, മോഷ്ടിച്ച ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈമാണ്. മോഷ്ടിച്ച വസ്തു ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടത് 66B ആണ്. ബൈ ചെയ്തു, മോഷ്ടിച്ച വസ്തു. ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ. അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്തേ. 66C എന്തുവായിരുന്നു? ഐഡന്റിറ്റി തെഫ്റ്റ്, CID. പാസ്വേഡ് യൂസർ നെയിം അടിച്ചു മാറ്റുന്നു. ഓക്കെ. അതിന്റെ ശിക്ഷ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? 3 വർഷം. ഇത് നമ്മൾ പറഞ്ഞിട്ട് വന്നേ. പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞു, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ.
67B അത് 7 വർഷവും 10 ലക്ഷം രൂപയുമാണ്. ഇത്രയൊക്കെ ആയോ? ജീവപര്യന്തം എന്തിനാ? സൈബർ ടെററിസത്തിന്. ഇപ്പൊ തന്നെ കുറച്ച് കോൺഫിഡൻസ് ആയോ? സ്പെഷ്യൽ ടോപ്പിക് സൂപ്പർ ആയിട്ട് പോയി എഴുതാം കേട്ടോ. ഓക്കെ, ശരി. അടുത്ത നോക്കിക്കേ, മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? ആലോചിച്ചേ. ഈ ATM കാർഡ് മോഷ്ടിക്കുന്നു അല്ലെ, അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ മോഷ്ടിക്കുന്നത് ഐഡന്റിറ്റി തെഫ്റ്റിൽ വരും. അതല്ലേ പോലും അത് സെക്ഷൻ 66 കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. സെക്ഷൻ 66 നമുക്ക് ഇവിടെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു 5-6 സെക്ഷൻസ് മെയിൻ ആയിട്ട്. അതിലെ ഒരെണ്ണം 66 പഠിച്ചിട്ട് പോകും, സെറ്റ് ആവും. 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമമാണ്, ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല. ഓക്കെ, സെക്ഷൻ 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമമാണ്. അപ്പൊ 66 ഏതൊക്കെയാ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? സെക്ഷൻ 66A ആണെങ്കിൽ ഇപ്പൊ നിലവിലില്ല, സ്ക്രാപ്പ് ചെയ്തു. കാരണം എന്താ? ഒഫൻസീവ് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല. 66B നമ്മൾ പഠിച്ചു. എന്തുവാ? മോഷണ വസ്തുക്കള്, ഇലക്ട്രോണിക് മോഷണ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ബൈ ചെയ്തു അല്ലെങ്കിൽ മോഷ്ടിച്ചു ഇതൊക്കെയാണ് 66B. 66C എന്തുവായിരുന്നു? ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. 3 വർഷമാണ് അതിന്റെ തടവ് അല്ലെ. അതെന്തുവാ? യൂസർ നെയിമും പാസ്വേഡും അടിച്ചു മാറ്റുന്ന, ATM മോഷ്ടിക്കുന്ന, ഇതൊക്കെ അതിൽ വരുന്നതാ. 66 ഇത്രയും നമ്മളിപ്പോ പഠിച്ചു അല്ലെ, പുത്തം പഠിക്കാം. പിന്നെ അടുത്തൊരെണ്ണം 67A ഉണ്ട്, അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട പോണോഗ്രഫി. 67B ഉണ്ട്, ബേബി, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് 67B. അതെത്ര? 7 വർഷവും 10 ലക്ഷം രൂപയും. ഇത്രയും പഠിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ചെയ്തിട്ട് കമന്റ് പറയാനുള്ളത് പറയണേ. താഴെ പറയുന്നവയിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ഇത്രയും ക്ലാസ്സിൽ പഠിച്ചതെന്ന് പറഞ്ഞേ, നമ്മൾ ഇത്രയും പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോയിരുന്നു, ഈ ചോദ്യം വന്നു, എങ്ങനെ എഴുതും? താഴെ പറയുന്നതിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം കിട്ടുന്നത് ഏതാ? 3 വർഷമായിരുന്നെങ്കിൽ 66C ആയിരുന്നു, ഐഡന്റിറ്റി തെഫ്റ്റ്, പാസ്വേഡ് ഒക്കെ അടിച്ചു മാറ്റി തട്ടിപ്പ്. പിന്നെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളാണെങ്കിൽ 67B ആയിരുന്നു, 7 വർഷം അല്ലെ 10 ലക്ഷം രൂപ. ജീവപര്യന്തം 66F ഭീകരവാദം, സൈബർ ടെററിസം അല്ലെ, സൈബർ ടെററിസം 66F ആണ്. അത് ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയോ അല്ലെ? ഒരു റിവിഷൻ കൂടെ തരട്ടെ. IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. IT ആക്ട് ഭേദഗതി ചെയ്തത് 2008. ഭേദഗതി ചെയ്ത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. അപ്പൊ ഇത്രയും സോളിഡ് ആയോ? ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം കിട്ടിയോ? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയാണോ പഠിക്കാൻ? ഓക്കെ, അപ്പൊ IT ആക്ടിലത്തെ സെക്ഷൻ 66C എന്തിനെ കുറിച്ച് പറയുന്നു? 66C അതെന്തുവായിരിക്കും? CID, ഐഡന്റിറ്റി തെഫ്റ്റ് CID അല്ലെ. ഇപ്പൊ അത് ഓർമ്മ കിട്ടിയോ? ഒരു കോൺഫിഡൻസ് വന്നോ? ഹാപ്പി ആയിട്ട് പോയി എഴുതണം, BFO നേടിയെടുക്കണം, റാങ്ക് കൊണ്ട് തരണം കേട്ടോ. അപ്പം ഐഡന്റിറ്റി മോഷണമാണ് എന്ന് വെച്ചാൽ എന്തുവാ? യൂസർ നെയിം പാസ്വേഡ് ഒക്കെ അടിച്ചു മാറ്റുന്നു, അതിന് 3 വർഷം വരെ തടവാണ് കിട്ടുന്നത് അല്ലെ. എന്നാൽ 67B ആണെങ്കിലോ 7 വർഷം കൊണ്ട് 10 ലക്ഷം രൂപയും കൊടുക്കണം, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട്. 66F ആണെങ്കിലോ ഭീകരവാദം, ജീവപര്യന്തം അവിടെ കിട്ടാൻ പോകുന്നത് അല്ലെ. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ഏതാ? 66. ഒരെണ്ണം കൂടി ഇപ്പൊ വരും, 43. സെക്ഷൻ 43യും 66ഉം കമ്പ്യൂട്ടർ ഡാമേജും ഒക്കെ ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇവർ രണ്ടുപേരെയും വെച്ച് PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇഷ്ടം പോലെ ചോദിച്ചു. ആ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് നമ്മൾ ഒരുമിച്ച് ഇപ്പൊ ചെയ്യും. ഓക്കെ, പഠിച്ചിട്ട് പോകണം, ഇനി വാരി വലിച്ചില്ല. ഇനിയുള്ള സമയം കൊണ്ട് 20ലെ ഏറ്റവും മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പറയാം വേണ്ട, അടുത്ത നോക്കിക്കേ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുള്ളത് റിവൈസ് ചെയ്യണം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടത് 67B. ഇനി അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടതോ 67A. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 67B. 7 വർഷം തടവും 10 ലക്ഷം രൂപയും. കോൺഫിഡന്റ് ആയോ? ഹാപ്പി ആയോ? ഹാപ്പി ആവണം കേട്ടോ. അപ്പൊ ഏത് വകുപ്പ് പ്രതിപാദിക്കുന്ന ഏതാ? 67B ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാൻ പോവാ, ഇതുവരെ നമ്മൾ പഠിച്ചത് സോളിഡ് ആയിട്ട് തറവാക്കി നിർത്തിയേക്കുക അല്ലേ. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ആഡ് ചെയ്തു, അത്ര ഇമ്പോർട്ടന്റ് ആ. സെക്ഷൻ 65 എന്ന് പറഞ്ഞാൽ സൈബർ ടാമ്പറിംഗ് എന്ന് പറയും കേട്ടോ. സൈബർ ടാമ്പറിംഗ്, സോഴ്സ് കോഡുകള്, അതായത് നമ്മൾ ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കോഡുകളും ഭയങ്കര സീക്രട്ട് ആയിട്ടും ഭയങ്കര പ്രധാനപ്പെട്ടതുമായി കണക്കാക്കപ്പെട്ട ഡേറ്റകളൊക്കെ മോഷ്ടിക്കുന്നതും കോപ്പി ചെയ്തുകൊണ്ട് പോകുന്നതും സൈബർ ടാമ്പറിംഗിൽ വരും 65. ഓക്കെ, ഇപ്പൊ ഫാൽക്കൺ അക്കാഡമി ആപ്ലിക്കേഷന്റെ കോർ ആയിട്ടുള്ള സോഴ്സ് കോഡ് ഒരാൾ അടിച്ചു മാറ്റിയ 65 തെറ്റ്. യൂട്യൂബിന്റെ സോഴ്സ് കോഡ് അടിച്ചു മാറ്റി 65 സൈബർ ടാമ്പറിംഗ്. ഓർത്തു വെക്കുവോ? പഠിക്കണേ കേട്ടോ. 66 എന്തുവാ? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ്, ഹാക്കിംഗ് ഒക്കെ വരുന്നതും കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് 66 ആണ്. ഓക്കെ, ശരി. അപ്പം സാങ്കേതിക വിദ്യ നിയമപ്രകാരം
ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അടുത്തൊരെണ്ണം വന്നു, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ, ഇന്റൻഷനും തന്നു, ഇന്റൻഷനാ, വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ട്, അറിയാതല്ല കേട്ടോ, വഞ്ചിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. അതെ, ഇന്റൻഷൻ എന്നുള്ള വാക്ക് ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കാൻ കാരണം എന്താ അറിയാം, ഇനി ചില ചോദ്യങ്ങൾ വരും, ഒരു കാരണവശാലും ഏത് രീതി കണ്ടാലും നമുക്ക് മനസ്സിലാവത്തേ ഇല്ല, കാരണം അവിടെ ഇന്റൻഷൻ വ്യക്തമാക്കാത്തതുകൊണ്ട് PSC ആൻസർ ഡിഫറെന്റ്. അപ്പൊ നമ്മൾ പഠിച്ചുപോയ ലോജിക് എല്ലാം തെറ്റാണോ എന്ന് വിചാരിക്കും. ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ ഇന്ന് ഞാൻ പഠിപ്പിക്കും. അതിനാ ഞാൻ പുത്തൻ ആളെ തന്നത്. ഉദ്ദേശത്തോടെ, ഇന്റൻഷൻ വ്യക്തമാക്കിയെങ്കിലേ തെറ്റാവത്തുള്ളൂ. അത് ഓർത്തു വെക്കുവോ? ശരി, ഓക്കെ, നോക്കിക്കോണേ. അപ്പം ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ഉള്ളത് ശിക്ഷ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതാ പറയാമോ? 3 വർഷം തടവും 1,00,000 രൂപ പിഴയുമാണ്. ഓക്കെ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. 3 വർഷം തടവും 1,00,000 രൂപ പിഴ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫുൾ റിവൈസ് ചെയ്യും. ഐഡന്റിറ്റി തെഫ്റ്റ് 66C, ഐഡന്റിറ്റി തെഫ്റ്റ്, പാസ്വേഡ് യൂസർ നെയിം ഒക്കെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നു, ഐഡന്റിറ്റി മോഷണം, അതിന് എത്രയായിരുന്നു? 3 വർഷമായിരുന്നു തടവ്. അടുത്ത 67B, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, അതോ 7 വർഷം തടവും 10,00,000 രൂപയും ആയിരുന്നു. 67F, ഭീകരവാദം, സൈബർ ടെററിസം ആണെങ്കിൽ ജീവപര്യന്തമായിരുന്നു. അടുത്തൊരെണ്ണം കൂടെ നമ്മളിപ്പോ ആഡ് ചെയ്തു, ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിലോ അതും 3 വർഷമാ, പക്ഷെ 1,00,000 രൂപ കൂടെ കൂടുതലുണ്ട്. അതാണ് 66C ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ സെക്ഷൻ 65 പറഞ്ഞു, സോഴ്സ് കോഡ്, സൈബർ ടാമ്പറിങ് ഒക്കെ ഉപയോഗിക്കുന്നതും വരുന്നത് 65 ആ. ഇത്രയും അടിപൊളിയായിട്ട് മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? പോസ്റ്റ് ചെയ്ത് കമന്റ് ചെയ്ത് എന്നെ അറിയിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. കാരണമേ BFOടെ ഇത് ആത്മാർത്ഥമായിട്ട് ടെൻഷൻ അടിച്ച് കാണാൻ വന്നതാണെങ്കിലേ പേടിക്കല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇനി അങ്ങോട്ട് പെർഫോം ചെയ്യാം. അതിനൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഈ ചോദ്യങ്ങളില്ലേ, ഇപ്പൊ നമ്മൾ ഈ ചെയ്ത ചോദ്യങ്ങൾ, ഇത് ഫുള്ള് ഞാൻ ക്യൂസ് ആക്കി ഇതുവരെ BFOയ്ക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാ പ്രീവിയസും കൂടെ ക്യൂസ് ആക്കി ടെസ്റ്റ് സീരീസ് ആക്കി ഫ്രീ ആയിട്ട് തന്നാൽ ഉപയോഗിക്കുമോ? ഞാൻ കാണിച്ചു തരട്ടെ അതെങ്ങനെയാന്ന്. നമ്മുടെ ഫാൽക്കൺ അക്കാഡമി ആപ്പിലോട്ട് പോകണം. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം, നോക്കിക്കോ. അവിടെ പോയാൽ ഫ്രീ ആയിട്ട് ഇത് ചെയ്യാമേ. ഫാൽക്കൺ അക്കാഡമി ആപ്പിലോട്ട് പോകുന്നു, കണ്ടല്ലോ. ഓക്കെ, ഫാൽക്കൺ അക്കാഡമി എന്ന് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയാൽ മതി, അല്ലെങ്കിൽ falconxacademy.com വെബ്സൈറ്റ് ആപ്പ് ആണല്ലോ അത് ഉപയോഗിക്കാൻ. ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ടോ ഇവിടെ? ഫ്രീ ടെസ്റ്റ് സീരീസ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ബീറ്റ് ഫോറസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. അതിന്റെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ദേ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക് ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്കിന്റെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ അകത്തുള്ളത്. പ്രീവിയസ് തന്നെ ഉള്ളത്, അതുകൊണ്ട് നല്ല ഉപകരിക്കും. നെഗറ്റീവ്സ് കുറയും, ചെയ്തിട്ട് പോയാൽ നെഗറ്റീവ്സ് കുറയും, ഈ ജോലി സാധ്യത കൂടും. അടുത്തതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, GK ഉൾപ്പെടെ ഉള്ളത് ഇതിന്റെ അകത്തുണ്ട്. ഇത് രണ്ടും പോയി ചെയ്ത് നോക്കുവോ? ദേ എഗ്രി ആൻഡ് കണ്ടിന്യൂ അടിച്ച് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എക്സെട്ര ഓരോന്നോരോന്നായി ചെയ്തു പോകുന്നു, ലാസ്റ്റിൽ സബ്മിറ്റ് അടിക്കുന്നു, എന്നിട്ട് എത്ര മാർക്ക് ഉണ്ടെന്നും ഒക്കെ അറിയാം, ശരി ഏതാ തെറ്റാ ഏതാന്ന് അറിയാം. അപ്പൊ ഇത് ഉപയോഗിക്കുവോ? തെറ്റായിട്ട് ഉപയോഗിക്കണേ, ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അതേണ്ട ഫ്രീ ടെസ്റ്റ് സീരീസിന്റെ അകത്ത് പോയാൽ മതി. ഓക്കെ, ഫ്രീ ടെസ്റ്റ് സീരീസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഇങ്ങനത്തെ തരുവേ. മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട്, അതായത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു റിപ്പോർട്ട് മനുവിന്റെ തന്നെ അനുവാദമില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിന്റെ സുഹൃത്ത് പ്രവർത്തിച്ചു കേട്ടോ. അപ്പം സഹപ്രവർത്തനായിട്ടുള്ള വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുൺ, എന്തോ പരിപാടി അല്ലെ, ഇങ്ങനെ തന്നെ കേസ് ആയിട്ട് തരും. നമ്മൾ അത് സോൾവ് ചെയ്യണം. സിമ്പിളാ, ലോജിക്കാ. അതുകൊണ്ടാണ് ഞാൻ ഓരോ ആക്ട് പറയുമ്പോഴും കാര്യം പറഞ്ഞു തരുന്നത്. നാളെ അങ്ങനെ തരുമ്പോൾ ചെയ്യണം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ടെസ്റ്റ് സീരീസിലുണ്ട്, ഫ്രീ ആയിട്ട് ചെയ്യണേ. അപ്പം വരുണും വിനുവും കൂടെ മനുവിന്റെ റിപ്പോർട്ടിന് പകരം സോഴ്സ് കോഡ് എന്ന് തരും. സോഴ്സ് കോഡിന് പകരം വിലപിടിപ്പുള്ള ഡേറ്റ, ഡിജിറ്റൽ ഡേറ്റ എന്ന് തരും. അതിന് പകരം ചെയ്തു വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് തരും. ഇഷ്ടമുള്ളത്, പ്രധാനപ്പെട്ടത് എന്തോ അതാണ് ഈ സൈബർ ടാമ്പറിങ്ങുമായി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരി, അത്രയും കിട്ടിയോ? ഓക്കെ, അപ്പം നോക്കിക്കോ. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു അല്ലെ. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താ? ഭയങ്കര തെണ്ടിത്തരോ. പക്ഷെ അങ്ങനല്ലാതെ ടെക്നിക്കൽ പരമായി IT പരമായിട്ട് എന്തോ പറയും അറിയാമോ? കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് കണ്ടെത്തലല്ല. ഇവിടെ സോഴ്സ് കോഡ് പറഞ്ഞില്ലല്ലോ അല്ലെ. നിർണായകമായ ഒരു ഔദ്യോഗിക രേഖയാ പറഞ്ഞത്. സോഴ്സ് കോഡ്, നിർണായക രേഖ എല്ലാം സൈബർ ടാമ്പറിങ്ങാ. പക്ഷെ ഇവിടെ നിർണായകമായിട്ടുള്ള ഒരു റിപ്പോർട്ടാ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് വരും? കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെക്കുക എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ? അതും സെക്ഷൻ 43 പ്രകാരം തെറ്റാണ്.
ഇത് കൊടുക്കണം കോമ്പൻസേഷൻ. 66 പ്രകാരം ഒഫൻസീവ് ആണ്. 43യും 66ഉം കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട്. ഓക്കെ അല്ലേ? സ്വകാര്യതാ ലംഘനമാണെങ്കിൽ ഏതാണെന്നറിയാമോ? 66E പ്രൈവസി എന്ന് പറഞ്ഞാൽ മതി. സ്വകാര്യതയായിട്ടുള്ള കണ്ടന്റുകളോ ചാറ്റുകളോ ഒക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കും എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ പ്രൈവസി ആന്ന് പറയും. പ്രൈവസി, സ്വകാര്യത, പ്രൈവസി, അങ്ങ് ഓർത്ത് വെച്ച് പഠിച്ചോണം. ഓക്കെ. സൈബർ തീവ്രവാദമാണെങ്കിലോ 66F ഭീകരവാദം. അതിന് ജീവപര്യന്തമല്ലേ? ഇത്രയും കിട്ടിയോ? കിട്ടി. അടുത്ത് നോക്കിക്കേ, ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന, ഇതാ നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞത്. ഇത് ഉപയോഗപ്പെടുവോ നോക്കണേ, ലോജിക്കൽ ഉപയോഗിക്കണേ, സെറ്റായിട്ട് കിട്ടും. ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യം. ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളൊക്കെ എടുത്തിട്ട് അതിന് 71,000 രൂപ തട്ടിപ്പ് നടത്തിയെന്ന് വെച്ചോ. ഇത് ഇവിടെ നടന്നിട്ടുള്ള കുറ്റകൃത്യം ഈ കൂട്ടത്തിൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ടൈപ്പ് കുറ്റകൃത്യമാണെന്നറിയാമോ? പറയാമോ? ഒന്നുകൂടെ ആലോചിച്ചേ. എന്തൊക്കെയാ? ഇമെയിൽ മുഖാന്തരം എന്തൊക്കെയായിരുന്നു? ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പാസ്വേഡ് ഒക്കെ ആദ്യമേ വിളിച്ച് വിവരങ്ങളെല്ലാം ചോർത്തി അല്ലെ? അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ അല്ലെ? സ്വകാര്യ വിവരങ്ങളും. ഒന്നുകൂടെ ആലോചിച്ചേ. വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും എന്ന് പറയുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും എല്ലാം എടുത്തു. 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 3 വർഷത്തേക്കുള്ള ശിക്ഷയാണ് അതിനുള്ളത് അല്ലെ? ഏതാ? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച രീതിയിലല്ലേ പഠിക്കേണ്ടത്, എങ്കിലല്ലേ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റൂ. നിങ്ങൾ എഴുതും, നിങ്ങൾ ഇംപ്രൂവ്ഡ് ആവും, നിങ്ങൾ രക്ഷപ്പെടും. ഇങ്ങനെ പഠിച്ചു പോകണം. അപ്പം തിരിച്ചറിയൽ ഐഡന്റിറ്റി മോഷണമാണ്. അപ്പൊ റിവൈസ് ചെയ്യാം. 66C ആണത്. ഐഡന്റിറ്റി തെഫ്റ്റ് CID 3 വർഷം വരെ തടവാണ്. അപ്പൊ യൂസർ നെയിമും പാസ്വേഡ് എന്നുള്ളതിന് പകരം അക്കൗണ്ടിലെ വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളെന്ന് തരുന്നതും സെയിം തന്നെ. 66C. ഇപ്പൊ മനസ്സിലായോ ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണെന്ന്? മനസ്സിലായോ? ഓക്കെ. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? പറയണേ. പിന്നെ ആദ്യമായിട്ട് ഇന്ന് ക്ലാസ്സിൽ വരുന്നവരുണ്ട്, പ്രത്യേകം പറയണം കേട്ടോ. ഫസ്റ്റ് ഒരാൾ ആദ്യമായിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഒത്തിരി ചോദ്യ പേപ്പർ, 4 വർഷത്തെ ചോദ്യ പേപ്പർ പഠിച്ചതിന് തുല്യമായിട്ട് നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഇറങ്ങി പോകത്തുള്ളൂ കേട്ടോ. കമ്പ്യൂട്ടറിൽ വൈറസുമായി ബന്ധപ്പെട്ടിട്ട് 2000 വിവര സാങ്കേതിക നിയമത്തിലെ വ്യവസ്ഥ എന്താണ്? കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ടത് എന്തുവാണെന്ന് പറഞ്ഞു തരട്ടെ. ഇതേ ഒരു ക്ലൂ തരാം. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്നു. ഓക്കെ. ഈ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം നശിപ്പിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ ഇതിൽ ഏത് ഒഫൻസാ? വകുപ്പ് 43 ഉണ്ട്. കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒഫൻസുകളാണത്. നഷ്ടപരിഹാരം കൊടുക്കുന്നതും കോമ്പൻസേഷൻ കൊടുക്കുന്നതും 43 പറയുന്നത്. 66 എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കുന്നതും പണിഷ്മെന്റും 66 പറയുന്നത്. ഇത് രണ്ടെണ്ണം കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നതുമായിട്ടുള്ള സെക്ഷൻസാ. 43ഉം 66. 43ഉം 66. അപ്പൊ 43ഉം 66ഉം വ്യത്യാസം എന്തുവാ? 43ന്റെ അകത്ത് കോമ്പൻസേഷനെ പറ്റിയാണ് പറയുന്നത്. കോമ്പൻസേഷനെ പറ്റി, നഷ്ടപരിഹാരത്തെ പറ്റി 43ൽ പറയുന്നത്. കമ്പ്യൂട്ടറിൽ അനുവാദമില്ലാതെ ഡേറ്റ കടന്നു കയറി ഉപയോഗിച്ചു, കമ്പ്യൂട്ടറിൽ അനുവാദമില്ലാതെ കയറി, ഇതെല്ലാം നഷ്ടപരിഹാരം 43ലാ പറയുന്നത്. അനുവാദമില്ലാതെ കയറി മോഷ്ടിച്ചു, ഇതിനുള്ള ശിക്ഷ, പണിഷ്മെന്റ് 66ലാ പറയുന്നത്. 43ഉം 66ഉം കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നതും വൈറസ് ആക്രമണവും മോഷണവും ഒക്കെ ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തു വെച്ചോണം. 43ല് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരവും, 66ലാണെങ്കിൽ ജയില, പണിഷ്മെന്റ്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം രണ്ടും വരുന്നുണ്ട്. കിട്ടിയോ? റെഡി അല്ലേ? ഇനി ഒരു റിവിഷൻ കൂടെ തരട്ടെ. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അറിയാവുന്നവർക്ക് ബോറാം, അറിയാത്തവർക്ക് ഹാപ്പിയാണ്. IT ആക്ട് 2000 ആക്ട് നിലവിൽ വന്നത് എപ്പോഴാ? ഒക്ടോബർ 17 അല്ലെ? അത് ഭേദഗതി വരുത്തിയത് 2008. ഭേദഗതി വരുത്തിയത് നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. പെർഫെക്റ്റ് ആയോ? സൂപ്പർ ആയോ? അതെ, ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ബാച്ചുകളുണ്ട് കേട്ടോ. കമ്പനി ബോർഡ് LGSനും ആദ്യമായിട്ടുള്ളവരുടെ അടുത്താണ്. കമ്പനി ബോർഡ് LGSും വില്ലേജ് ഫീൽഡ് ടെസ്റ്റിനും ഒക്കെ വേണ്ടി ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ക്രിസ്മസ് ഓഫർ 499 രൂപ, അല്ലെങ്കിലും ലോവസ്റ്റ് പ്രൈസ് 699 രൂപയ്ക്ക് ബാച്ച് ഉണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടെസ്റ്റ് സീരീസ് ഉണ്ട്, വീക്ക്ലി എക്സാം ഉണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പർ ബാച്ചുകളാ. ലൈവില് ധൈര്യമായിട്ട് വന്ന് പഠിക്കണം. ഓരോ സബ്ജക്ട് ആഴത്തിൽ പഠിക്കാം. ക്വസ്റ്റ്യൻസ് വെച്ച് ഇത്രയും പഠിക്കാൻ പറ്റിയെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം വൃത്തിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി ഇത് യൂസ്ഫുൾ ആണെങ്കിൽ വരണം കേട്ടോ. ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പൊ നോക്കിക്കേ, വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല അല്ലെ? അപ്പോഴേ നമുക്ക് കിട്ടി 67B, 7 വർഷം തടവും 10 ലക്ഷം രൂപയും. പക്ഷെ അതല്ല ഇവിടെ ചോദിച്ചത്. എന്താ കാര്യം? അതെ, അതിൽ കുട്ടിയായിട്ട് കണക്കാക്കുന്നതിന്റെ പ്രായമാണ് ചോദിച്ചത്. കണ്ടോ? പിന്നെ അതുകൂടെ ഉള്ളു നമുക്ക് ഇവിടെ കവർ ചെയ്യാനെങ്കിൽ പഠിക്കണം. 18 വയസ്സ് താഴെയുള്ള കുട്ടിയായിട്ട് കണക്കാക്കും. ഇനി പോക്സോ പ്രകാരമാണെങ്കിലോ?
18 വയസ്സിൽ താഴെയുള്ളത് കുട്ടിയായിട്ട് കണക്കാക്കും. ബാലവേല ആർട്ടിക്കിൾ 24 പ്രകാരമുള്ള ബാലവേല ആണെങ്കിലോ 14 വയസ്സിൽ താഴെ ആണെങ്കിൽ കുട്ടിയുള്ളൂ എന്ന് മറക്കരുത്. ഇത് ഓക്കെ അല്ലേ? ഇത് ഇത്രയും കിട്ടിയോ? അടുത്ത നോക്കിക്കേ, ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഡാഷ് ആണ്. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഡാഷ് ആണ്. ഐഡന്റിറ്റി മോഷണം 66 CID അല്ലെ? ഓർമ്മയുണ്ടോ? ഇനി നോക്കിയിട്ട് പറഞ്ഞേ ഏതാ? അത് കിട്ടിയോ? ഹാപ്പി ആയി തുടങ്ങിയോ? ഏത് വരും അത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66C ആണ് ഇതിൽ വരുന്നത്. ഓക്കെ ആണോ? സെക്ഷൻ 66C ആണ്. റെഡി അല്ലേ? കാരണം CID ഐഡന്റിറ്റി മോഷണം അത് എത്ര വർഷമാണ്? 3 വർഷമാണെന്ന് ഓർത്ത് വെച്ചോണം. ബി എന്തുവായിരുന്നു? മോഷ്ടിച്ച വസ്തുക്കൾ സ്വീകരിക്കുന്നതും മോഷ്ടിക്കുന്നതും ബൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഓക്കെ അല്ലേ? റെഡിയാണോ? ഇനി അടുത്തൊരെണ്ണം നോക്കിക്കേ. ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോമ്പാക്ട് ഡിസ്ക് കണ്ടെടുക്കാനുള്ള അധികാരം ഡാഷ് കീഴിൽ നൽകിയിരിക്കുന്നു. അതായത് എന്തെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, ഉടനെ ആ വിവരം കണ്ടെത്തണം, തെളിവെടുക്കണം, വേണ്ടേ? തെളിവ് കണ്ടെത്തണം. ആ തെളിവുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം 76ന്റെ അകത്താ പറയുന്നത്. ഓക്കെ, 76മായി ബന്ധപ്പെട്ട പറഞ്ഞു. ഇപ്പം ഈയിടയ്ക്ക് രാഹുൽ ഈശ്വർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഡിസ്കും ഒക്കെ തപ്പാൻ പോയില്ലേ? അത് IT ആക്ടിലെ സെക്ഷൻ 76 പ്രകാരമാണ്. അതേപോലെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറി കാർഡുകൾ, ഫോണുകൾ കണ്ടെത്തുക, അത് IT ആക്ടിലെ 76 പ്രകാരമാണ്. പ്രാക്ടിക്കൽ കേസ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഓർത്ത് വയ്ക്കാം. 76 പ്രകാരമാണ് കണ്ടെത്തുന്നത്. ഇപ്പം ഞാൻ നാളെ ഒരു ഓൺലൈനായിട്ട് ഒരാളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞുള്ള കേസുകൾ വരുവാണെങ്കിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ലാപ്ടോപ്പോ എന്റെ മെമ്മറി കാർഡുകളോ കണ്ടെത്താൻ. അത് IT ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ്? 76 പ്രകാരമാണ് അതിനുള്ള അധികാരം ഉള്ളതെന്ന് ഓർത്തോണ്ട്. 76 പ്രകാരം. ഓക്കെ അല്ലേ? ശരി. അടുത്തത് 2000 വിവര സാങ്കേതിക നിയമം പ്രകാരം ഡേറ്റ പരിഷ്കരിക്കുന്നതിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഇത്രയുള്ള സംഭവം. ഒന്ന് കോമൺ സെൻസ് ആയിട്ട് ഒന്ന് വായിച്ചേ. സർക്കാർ ഏജൻസികൾ മാത്രം ഡേറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണോ? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡേറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതിനോ കൈകാര്യം ചെയ്യുന്നതിനുമായിട്ടുള്ള ഏതൊരു കമ്പനിയും അതിന് ലയബിൾ ആണെന്ന് ഓർത്തോണം. അതായത് ഇങ്ങനെ സംഭവം, നമ്മുടെ സെൻസിറ്റീവ് വിവരങ്ങൾ, ഓക്കെ, ചുമ്മാ ഒന്ന് ഓർത്തേ. അതായത് നിങ്ങളുടെ സെൻസിറ്റീവ് വിവരങ്ങളായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വെച്ചു. അത് അവിടെ ഇരിക്കുന്ന ഒരു ക്ലർക്ക് ചോർത്തി കൊടുത്താലും കേസ് വരുന്നത് ആ കമ്പനിക്കാണ് ഓർത്തോണം. നമ്മുടെ സെൻസിറ്റീവ് വിവരങ്ങൾ സൂക്ഷിക്കേണ്ടത് ആ കമ്പനിയാണ്, ഒരു എംപ്ലോയിയുടെ പേരിലല്ല പോകുന്നത്. കമ്പനിക്കാണ് ഉത്തരവാദിത്വം എന്ന് ഓർത്തോണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇനി ഇത് ചോദിച്ചാൽ വൃത്തിക്ക് പറയത്തില്ലേ അല്ലേ? ഇപ്പൊ നമ്മുടെ ആധാർ ഡേറ്റ പോയെന്ന് വെച്ചോ, ആധാർ ഡേറ്റ ലീക്ക് ഉണ്ടെന്ന് പറയുന്നില്ലേ? അങ്ങനെ ലീക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതുമായി ഹാൻഡിൽ ചെയ്യുന്ന മന്ത്രാലയം ഫുള്ളിൽ അത് ലയബിൾ ആകും. ആ കമ്പനി ഏതോ അവരാണ് ലയബിൾ ആവുന്നത് അല്ലേ? ഓർത്ത് വെച്ചോണം. പിന്നെ ടെസ്റ്റ് സീരീസ് ഫുൾ ആപ്പിന്റെ അകത്തുണ്ട്, അത് കയറി ചെയ്ത് നോക്കണം ഫ്രീ ആയിട്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ നേരെ ക്ലോസ് ചെയ്തിട്ട് ആപ്പിൽ കയറി ടെസ്റ്റ് സീരീസ് ചെയ്ത് നോക്കിക്കേ, സൂപ്പർ ആയിരിക്കും. ചെയ്ത് നോക്ക്, ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരും. ചെയ്ത് നോക്കണം, ഫ്രീ ആട്ടോ. ഓക്കെ. 2000 വിവര സാങ്കേതിക നിയമം പ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറ്റം ചെയ്യുന്നതായിട്ടുള്ള കുറ്റം താഴെ പറയുന്നവയിൽ ഏതാ? ആലോചിച്ച് നോക്കിക്കേ, ഏതാണ്? അപ്പൊ നമ്മൾ നോക്കും, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇത്രയുവാ. അതായത് ഇവിടെ ഒരു സംഭവം മിസ്സായി പോയിട്ടുണ്ടേ, അതുകൊണ്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ അശ്ലീല ചിത്രങ്ങൾ 67A, കുട്ടികളുടെയാണ് 67B. അതിന്റെ ശിക്ഷ 7 വർഷം 10 ലക്ഷം രൂപയുവാ. ഇവിടെ 3-4 ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഓപ്ഷൻ B ഉണ്ടല്ലോ, ഒരു സെക്കൻഡ്, വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായിട്ടുള്ള താല്പര്യത്തെ ഉണർത്തുന്ന വിഷയത്തിനെയാണ് ഈ ഒരു അശ്ലീല വിഷയം ഇലക്ട്രോണിക് രൂപത്തിലുള്ളതുമായി ബന്ധപ്പെടുത്തുന്നത്. അപ്പം വായിക്കുന്നവർക്കെല്ലാം എന്താണ് കാമാത്മകമായിട്ടുള്ള താല്പര്യം ഉണർത്തുന്നു എങ്കിൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ക്ലോസ് ഓർത്ത് വെക്കുവോ അല്ലേ? ശരി. അപ്പൊ ബാക്കിയുള്ളത് വായിച്ച് കൺഫ്യൂസ്ഡ് ആകും. അത്രയും ആയിരിക്കും ഈ യൂണിഫോം എക്സാമിന് കയറി വരുന്നത്. ലോജിക്കലി അത് പഠിക്കണം.
അടുത്ത് നോക്കിക്കേ, മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായിട്ടുള്ള ചില വ്യക്തികൾ ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. ഓക്കെ, മിസ്റ്റർ എയുടെ പ്രവൃത്തി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഏത് വകുപ്പിന്റെ ലംഘനമാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാവോ, ഏതായിരിക്കും? അതായത് അശ്ലീല ചിത്രങ്ങൾ അയച്ചു. നമ്മൾ ഇത്രയും നേരം പഠിച്ചു വന്നേ 67A, കുട്ടികളുടെയാണ് 67B അല്ലെ. അപ്പൊ ഇതിലേതാ 67A വരും അല്ലെ. 67B ആണെങ്കിലോ 7 വർഷം തടവും 10 ലക്ഷം രൂപയും. 67F സൈബർ തീവ്രവാദമാണെങ്കിലോ ജീവപര്യന്തമാണെന്ന് ഓർത്തു വെച്ചോണം അല്ലെ. പിന്നെ തെളിവുകൾ കണ്ടെത്താമല്ലോ, CD മെമ്മറി കാർഡ് ഒക്കെ, അതേ സെക്ഷൻ ആയിരുന്നു ഓർമ്മയുണ്ടോ? ഒന്ന് റീകളക്ട് ചെയ്തേ. വെരി ഗുഡ്, ഓർത്തെടുത്തെങ്കിൽ 76 ആണെന്ന് ഓർത്തു വെച്ചോണം. ഇത് ഓക്കെ ആണോ? റെഡി അല്ലേ? ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചോണേ. അപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ ഒരു ബാച്ച് ഉണ്ട്, കമ്പനി ബോർഡ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SIA എല്ലാ ഡിഗ്രി പ്രിലിംസിലൂടെ 699 രൂപ. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് 999 പൊക്കോണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ഓഫർ ആയതുകൊണ്ട് 699 രൂപ ഫസ്റ്റ് 100 പേർക്കുണ്ട്. അത് നിങ്ങൾക്ക് വേണേൽ ജോയിൻ ചെയ്യാം. ഇതേപോലെ ഓരോ ടോപ്പിക്ക് ആഴത്തിൽ പഠിച്ചു പോവേ. ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഡാഷ് ആണ്. ഒന്ന് നോക്കിക്കേ, ഐഡന്റിറ്റി മോഷണം നമ്മൾ പറഞ്ഞല്ലോ, ഐഡന്റിറ്റി 66C ID ഐഡന്റിറ്റി 3 വർഷം തടവാണ്. ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വരും? അപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇത് പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66C പറയുന്നത്. മോഷണ വസ്തുക്കളാണെങ്കിൽ 66B ബൈ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്ത നോക്കി, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ഈ കൂട്ടത്തിൽ ഏതാ? പറയാമോ? 3 വർഷം ഏതൊക്കെയാ? വേറെ റേഞ്ച് ഒരു ചോദ്യമാ, പക്ഷെ ഇപ്പൊ പഠിച്ചോണം. കോഗ്നീസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. എയും ബിയും ശരി ഉത്തരമാണ് അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചല്ലോ, 66C ID ഉണ്ട് അല്ലെ, ഐഡന്റിറ്റി തെഫ്റ്റ്. വേറെ ഓർമ്മയുണ്ടോ? ഡിജിറ്റൽ സിഗ്നേച്ചർ, ദുരുദ്ദേശത്തോട് ഉപയോഗിച്ചത് ഡിജിറ്റൽ അതും 3 വർഷം 1 ലക്ഷം രൂപയല്ലേ. റിവൈസ് ചെയ്ത് ഓർത്ത് വെക്കണേ. അടുത്ത നോക്കിയേ, IT ആക്ടിലത്തെ സെക്ഷൻ 43A. ഇപ്പൊ പുത്തന്റെ ആള് വന്നു 43 അല്ലെ. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ 66 43 കമ്പ്യൂട്ടർ നാശനഷ്ടവും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണെന്നും ക്രിമിനൽ ഒഫൻസുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ജയിലിൽ അടയ്ക്കുന്നത് ഉൾപ്പെടെ പറയുന്നതാണെങ്കിൽ അത് 66, കോമ്പൻസേഷൻ ആണെങ്കിൽ 43 അല്ലെ. ഇനി ബാക്കി വായിച്ചു നോക്കിയാൽ ടഫ് ആയത് ഇവിടുന്ന് പഠിച്ചെടുക്കണേ. അപ്പം ഇതിനകത്ത് ഏതൊക്കെ വരും നോക്കാം. 43A, 43 ഒത്തിരി സബ് ക്ലോസ് ഉണ്ട്, A B ഒക്കെ ഉണ്ട്. അതിലെ A പരാമർശ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 43A എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യത്തിൽ നഷ്ടപരിഹാരം ബാധ്യത സൃഷ്ടിക്കുന്നത്. അതായത് അനുവാദമില്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഞാൻ ലോഗിൻ ചെയ്തു എൻറ്റർ ചെയ്ത അതിന് നഷ്ടപരിഹാരത്തെ പറ്റി പറയുന്നത് 43A. ഓക്കെ, 43A ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള ബാധ്യത സൃഷ്ടിക്കുന്നു. സെയിം സാധനം തന്നെ പറഞ്ഞത് 1ഉം 2ഉം മാത്രമാണ്. എന്ന് പറയുമ്പം 43 എന്തുവായിരുന്നു? കമ്പ്യൂട്ടർ നശിപ്പിക്കുന്നു, കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ഒഫൻസ് ആണ് 43ഉം 66. 43ന്റെ അകത്ത് നഷ്ടപരിഹാരം കോമ്പൻസേഷൻ, 66ന്റെ അകത്ത് ക്രിമിനൽ ഒഫൻസ് ആണ് വരുന്നത്, ജയിലും ശിക്ഷയുമാണ് വരുന്നത്. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാതെ അനുവാദമില്ലാതെ എൻട്രി ചെയ്യുന്നതിന് തന്നെ നഷ്ടപരിഹാരത്തെ പറ്റി പറയുന്നത് 43A. 43A അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം. കണ്ടോ? അടുത്ത് നോക്കിക്കേ, ഇത്രയും പഠിച്ചതിൽ നിന്ന് കിട്ടുമോ നോക്കിക്കേ. ശരിയായിട്ടുള്ള ജോഡികൾ തിരഞ്ഞെടുക്കുക. നോക്കാം. ഇത് 1 ഏതാ? ഇത് ഓരോന്നും. ഇത് A. മാച്ച് ദ ഫോളോയിങ്. നോക്കാം. IT ആക്ടിലെ സെക്ഷൻ 66B. ബി എന്തുവായിരുന്നു? ബി മോഷ്ടിച്ച കമ്പ്യൂട്ടറിന്റെ ഉറവിടവും കണ്ടെത്തലും അല്ലേ. അപ്പൊ 1A വരും അല്ലെ. 1A വരുന്നത് ഏതൊക്കെയുണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ ഒരെണ്ണം എലിമിനേറ്റ് ആയി. ശരി, അടുത്ത നോക്കിക്കേ. 2 IT ആക്ടിലെ സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്, ഐഡന്റിറ്റി മോഷണം. 66C 2 വരുന്നത് എവിടെ? അതെ, C. 2C വരുന്നത് ഏതുണ്ട്? ഇതും കൂടെ ഉള്ളൂ. അപ്പം എയും എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ഐഡന്റിറ്റി IT ആക്ടിലത്തെ സെക്ഷൻ 66D ആണെങ്കിലോ? ഡി ആൾമാറാട്ടം നടത്തുന്നു എന്നുള്ളതാണ്. അതെ, വ്യക്തിത്വത്താൽ വഞ്ചനയാണ്, ആൾമാറാട്ടമാണ്. C വരുന്നത് D വരും, C വരുന്നത് D വരും. ഓക്കെ, അടുത്ത് IT ആക്ടിലത്തെ സെക്ഷൻ 66E പ്രൈവസി എന്ന് പറഞ്ഞില്ലേ, സ്വകാര്യത. 4 വരുന്നത് B യുമാണ്. അപ്പൊ അതേ ശരി ഉത്തരം ഓപ്ഷൻ D കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ പുത്തനായിട്ട് പഠിച്ചത് ഇപ്പൊ 66D അല്ലേ? D അല്ലെ D ആൾമാറാട്ടം. കേട്ടോ, ആൾമാറാട്ടമാണെന്ന് ഓർത്തു വെച്ചോണം. യൂസർ നെയിം പാസ്വേഡ് അടിച്ചു മാറ്റുന്നത് 66C. എന്നാൽ ഒരു
ഞാനിപ്പോ ഇംതിയാസ് ഖാനാണ്. ഇപ്പൊ ഇംതിയാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറ്റിക്കുന്നു, വഞ്ചന കുറ്റങ്ങൾ നടത്തുന്നു, തട്ടിപ്പ് നടത്തുന്നു എന്നൊക്കെ ചെയ്യുമ്പോൾ അത് ആൾമാറാട്ടമാണ്. അതേസമയം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു മാറ്റി ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 66C ആ വരുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഇപ്പൊ കുറെ നിയമങ്ങളൊക്കെ പഠിച്ചില്ലയോ? ഇല്ലയോ? ഓക്കെ, അടുത്ത നോക്കിക്കേ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷനിലെ 43 എന്തുവായിരുന്നു? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ആയിരുന്നു അല്ലേ? അതെ അതെ. പിന്നെ 41A എന്തുവായിരുന്നു? അനുവാദമില്ലാതെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്താലുള്ള ശിക്ഷകൾക്കുള്ള കോമ്പൻസേഷൻ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ പുത്തൻ സാധനം ഇവിടെ നിന്ന് പഠിക്കാമേ, നോക്കിക്കോ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 43 പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായി മാറും? എങ്ങനെ ചെയ്താലേ ആവത്തുള്ളൂ എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്താലേ ആവത്തുള്ളൂ. എന്താ? സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ. ഇന്റൻഷൻ മസ്റ്റ് അല്ലേ? സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ എന്നുള്ളത് ഓർത്തു വെച്ചോണം. ഓക്കെ ആണോ? റെഡി അല്ലേ? അശ്രദ്ധമായിട്ടുള്ളത് കേട്ടോ, അതൊന്നും ശരിയല്ല. അപ്പം വഞ്ചനയോടെ ആയിരിക്കണം. ഇന്റൻഷൻ, ഉദ്ദേശം വേണം നിയമം ശിക്ഷിക്കാൻ കേട്ടോ. സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ എന്നുള്ളത് ഓർത്തോണം. അടുത്തത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിന് ശിക്ഷ പറ. നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പം 3 വർഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയും ഉണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 3 ലക്ഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയും ഉള്ളത് ഏതായിരുന്നു? ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെ? ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഈ 3 വർഷം വരെയുള്ള തടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എങ്ങനത്തേതാണെന്നുള്ളതും നമ്മളൊരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാ വന്നത്. ഓർമ്മയുണ്ടോ? ഏതാ? കൊഗ്നീസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണ്. അത് ഓർമ്മയുണ്ടോ? അങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. അടുത്ത താഴെ പറയുന്നതിൽ സൈബർ ഭീകരതയുടെ ഏത് നടപടിയാണ് മരണത്തിനോ പരിക്കുകൾക്കോ സ്വത്ത് നശിപ്പിക്കുന്നതിനോ കാരണമാകുന്നത്? ഓക്കെ, സൈബർ ഭീകരതയുടെ ഏത് നടപടിയാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിന്റെ ആൻസർ PSC കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ A ആണ്. ഓക്കെ, ശരി, ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്തൊന്ന് നോക്കിക്കേ. ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത സ്പഷ്ടമാക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ കേട്ടോ പിന്നെ അത് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുന്ന സെക്ഷൻ 67A പ്രകാരമാണ് അല്ലെ? ശരി, അതിന്റെ പരമാവധി ശിക്ഷ എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? എത്ര? 7 വർഷം വരെ തടവും കേട്ടോ, 7 വർഷം വരെ തടവും 15 ലക്ഷം രൂപയാണ്. എത്ര? 10 ലക്ഷം രൂപ. 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? 67B ആയിരുന്നെങ്കിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളാണെങ്കിൽ അതും 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളത് ഓർക്കോ. 67A പറഞ്ഞപ്പോഴും ഇതല്ലേ? ഓക്കെ ആണോ? അടുത്ത് നോക്കിയേ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 65 എന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ? സൈബർ ടാമ്പറിംഗ് എന്ന് പറയും. സോഴ്സ് കോഡ്, ഡിജിറ്റൽ രേഖകൾ, അങ്ങനത്തേതൊക്കെ അല്ലെ? 65 വകുപ്പിൽ നിർവഹിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിന്റെ ഭാഗമായി താഴെ പറഞ്ഞതിൽ ഏതാണ് പരിഗണിക്കാത്തത് ഈ കൂട്ടത്തിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതാ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്നില്ല. ഹാർഡ്വെയറിന്റെ സ്പെസിഫിക്കേഷൻസ് അടിച്ചു മാറ്റിയാലൊന്നും സൈബർ ടാമ്പറിംഗ് ആവത്തില്ല. നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഫോണിന്റെ പ്രൊസസർ ഏതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സൈബർ ടാമ്പറിംഗ് അല്ല. ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പ്രൊസസർ ഏതാ, മദർ ബോർഡ് ഏതാ, എത്ര റാം ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സൈബർ ടാമ്പറിംഗ് അല്ല. അതിന് പകരം എന്ത് വേണം? കമ്പ്യൂട്ടർ റിസോഴ്സിന്റെ പ്രോഗ്രാം വിശകലനം, പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കമാൻഡുകൾ അടിച്ചു മാറ്റുന്നു, സോഴ്സ് കോഡ് അടിച്ചു മാറ്റുന്നു അല്ലെ? ലേഔട്ട് അടിച്ചു മാറ്റുന്നു, അറിയുന്നു. ഇതൊക്കെയാ വരുന്നത് സൈബർ ടാമ്പറിംഗിലായിട്ട് വരുന്നത്. ഓർത്തു വെക്കൂ. 65. ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് കിട്ടിയോ? ഓക്കെ ആണോ? ഇതിന്റെ PDF എവിടെ കിട്ടുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഫാൽക്കൺ അക്കാഡമി ആപ്ലിക്കേഷനിലോട്ട് പോകണം. ഫാൽക്കൺ അക്കാഡമി ആപ്ലിക്കേഷനിലോട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് കാണാമോ ഫ്രീ കോഴ്സസ്? കണ്ടോ? ഫ്രീ കോഴ്സസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം റിവിഷൻ കിടക്കുന്നുണ്ടോ? അതിൻ്റെ അകത്ത് കയറി പോയാൽ മതി. ഓരോ ക്ലാസിന്റെയും ലിങ്കും ഉണ്ട്, PDF ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ച് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ഇതിന്റെ ഇപ്പൊ അപ്ലോഡ് ചെയ്യുവേ.
പോയി പഠിക്കണം കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് മറക്കരുത്, ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ക്വിസസ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ബീറ്റ് ഫോറസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആക്കണം ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ. എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് വന്ന് പറയുകയും വേണം എത്രത്തോളം സൂപ്പർ ആയിരുന്നു എന്നുള്ളതും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയാൻ മറക്കല്ലേ. അപ്പൊ പോട്ടെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാമേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്. മാരത്തോൺ ഉണ്ട്, മാരത്തോൺ നമുക്ക് നാളെ, അതായത് വെള്ളിയാഴ്ച 6:30 സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് എത്തിയേക്കണം. മാരത്തോൺ ഉണ്ട്. ഓക്കെ, ബൈ ബൈ.